സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചായിരിക്കണം. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. ഈ ചുമര് ചാരിയിരുന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായതാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്, ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഖബറടക്കിയ എൻ്റെ പ്രിയപ്പെട്ട മൂത്ത സഹോദരിയെക്കുറിച്ചാണ്. അവരുടെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട എൻ്റെ കൈകളിൽ ഇപ്പോഴും ആ മണ്ണിൻ്റെ ഗന്ധമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മോടൊപ്പമില്ല. മനുഷ്യൻ്റെ സ്ഥിതി ഇതാണ്. അള്ളാഹു അവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം ഏറ്റവും സന്തോഷമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം ഇതാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അഥവാ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇതുപോലെയുള്ള ഒരു കസേരയിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന്. മരണത്തിൻ്റെ കാലൊച്ച ഞാൻ എൻ്റെ ചെവിടുകളിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയാം അള്ളാഹു എന്നെ തിരിച്ചു വിളിക്കാത്തത് എന്ന്. എല്ലാവരും ആലോചിക്കേണ്ടത് അങ്ങനെയാണ്, ഞാൻ മാത്രമല്ല. നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഈ മരണത്തിൻ്റെ കാലൊച്ച നമ്മുടെയൊക്കെ ചെകിടുകളിൽ വന്ന് വല്ലാതെ കൊട്ടുന്നുണ്ട്. പക്ഷേ അത് മാത്രം കേൾക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് നമ്മുടെ ദുര്യോഗം. എന്നാണോ അത് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് നാം എത്തുന്നത്, അന്നാണ് നാം നമ്മളായിത്തീരുക. അള്ളാഹു മനുഷ്യന് മരണം എന്ന ഒരു പ്രക്രിയ നൽകിയിട്ടുള്ളത് ഒരിക്കലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ ദുഃഖിപ്പിക്കാനോ അല്ല, മറിച്ച് നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം പരിപൂർണമായി തരാനുള്ള ഒരവസരം മാത്രമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം പരിപൂർണമായി തരാൻ ഒരു യൗമുൽ ഖിയാമത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് മരണം. അള്ളാഹുവിനെ കാണാൻ നാം ആഗ്രഹിക്കണം, ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതും നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതുമൊക്കെ എന്തെങ്കിലും കുറേ പുതിയ വിജ്ഞാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല. വിജ്ഞാനങ്ങളൊക്കെ ധാരാളം നമ്മുടെ ഉള്ളിലുണ്ട്. അതിങ്ങനെ നിറഞ്ഞ് തുളുമ്പുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന് ഒരു പരിധിയും പരിമിതിയൊന്നുമില്ലല്ലോ. നമ്മുടെ വിരൽത്തുമ്പുകളിലാണ് വിജ്ഞാനം. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അതിനപ്പുറം വലിയ ഒരു ഉദ്ദേശം ഇത്തരം വേദികൾക്കും സദസ്സുകൾക്കുമുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം അതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു സഹീഹായ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്നല്ലാഹി തബാറക വ തആല മലായികത്തുൻ സയ്യാറ. സയ്യാറ എന്നുള്ള പദം നമുക്കറിയാലോ, കാറിനാണ് സയ്യാറ പറയുക, വാഹനങ്ങൾക്ക്. അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട്. അവർ സയ്യാറയാണ്, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ സഞ്ചരിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള മജ്ലിസുകളുണ്ടോ എന്നാണ്. മജാലിസ് ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന, ഓർക്കുന്ന, സംസാരിക്കുന്ന, അതാണ് ദിക്ർ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള മജ്ലിസുകളുണ്ടോ എന്നാണ്. എന്നിട്ട് അത്തരം ഒരു മജ്ലിസ് കണ്ടാൽ അവരവിടെ ഇരിക്കും. നമ്മളല്ലോ, മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്.
നമ്മളെവിടെയാണ് ഇരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഇരിക്കുക മാത്രമല്ല, അവരുടെ മനോഹരമായ ചിറകുകളെ കൊണ്ട് നമ്മെ പൊതിയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വലിയ ചിറകുകളെ കൊണ്ട് പൊതിഞ്ഞ ആ സംരക്ഷണത്തിനകത്താണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത് എന്ന് ബോധമുണ്ടാകണം. അങ്ങനെ അവർ ഈ സദസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകുന്നത് അള്ളാഹുവിൻ്റെ സമക്ഷത്തിങ്കലേക്കാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇവിടെ എത്തിയാൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കേണ്ട അവരോട്, മിൻ ഐന ജിത്തും, മിൻ ഐന ജിത്തും, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന്. അവർ പറയും, ജിഅ്നാ മിൻ ഇൻദി ഇബാദിൻ ലക ഫിൽ അർദ്, ഞങ്ങളോ നിന്റെ ചില പ്രിയപ്പെട്ട അടിമകളില്ലേ ഭൂമിയിൽ, അവരുടെ നിന്ന് വരികയാണ്. അള്ളാഹു കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാണ്. അല്ലാത്തൊരു വാക്കാണ്. മലക്കുകളാണ് സംസാരിക്കുന്നത്. അവരെന്തായിരുന്നു അവിടെ ചെയ്തിരുന്നത്? യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക വയുമജ്ജിദൂനക വയസ്അലൂനക, അവർ നിന്നെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു, പുകഴ്ത്തിക്കൊണ്ടിരുന്നു, നിന്നെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു, നിന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു, നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവസാനത്തെ വാക്ക് അള്ളാഹു വല്ലാതെ പിടിച്ചു കുലുക്കി റബ്ബ് ചോദിച്ചു, വമാദാ യസ്അലൂനനി, എന്താണ് അവർക്ക് എന്നോട് ചോദിക്കാനുള്ളത്? എന്താണ് അവർ ചോദിക്കുന്നത്? ഖാലു, മലക്കുകൾ പറഞ്ഞു, യസ്അലൂന ജന്നതക്, യസ്അലൂന ജന്നതക്, അവർ നിന്റെ സ്വർഗത്തെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ. അള്ളാഹു തിരിച്ച് മലക്കളോട് ചോദിക്കുന്നുണ്ട്, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന്. ചോദിക്കണമെങ്കിൽ കാണണ്ടേ? കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അള്ളാഹു തിരിച്ച് ഇവരോട് ചോദിക്കുന്നുണ്ട്, മലക്കളോട്, ഫകൈഫ ലൗ റഅൗ ജന്നതി, അവരെങ്ങാനും എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും ചോദിക്കുക? ഞാനത് വിവരിക്കണ്ടല്ലോ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. കണ്ട ചില സാധനങ്ങൾ കിട്ടാൻ നമുക്ക് വല്ലാത്ത ഊതിയില്ലേ? കണ്ടാൽ അങ്ങനെയാണ്, പക്ഷെ കണ്ടിട്ടില്ല. വല്ലാത്തൊരു സംഭവമാണ് സ്വർഗം. അള്ളാഹു ഇരുന്ന പോലെ നമ്മെ നാളെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. മലക്കുകൾ വീണ്ടും പറഞ്ഞു, വയസ്തജീറൂനക്, അള്ളാഹുവേ, അവർ നിന്നോട് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത്? മലക്കുകൾ പറയും, നരകത്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അതിൽ വല്ലാത്ത വാക്കാണ്. അതിനു മുമ്പ് മലക്കുകൾ വീണ്ടും പറയുന്നുണ്ട്, വയസ്തഗ്ഫിറൂനക്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വർഗം ചോദിക്കണം, നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനന്നാർ. വീണ്ടും മലക്കുകൾ പറയുന്നുണ്ട്, അല്ലാഹുവേ, വയസ്തഗ്ഫിറൂനക്, അവർ നിന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കും. ഇസ്തിഗ്ഫാർ, മഗ്ഫിറത്ത്, അതൊന്നും വിശദീകരിക്കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചൊന്നും പറയുന്നില്ല. അല്ലാഹുവിൻ്റെ മറുപടി എന്താ അറിയോ? ഖാല ഖദ് ഗഫർതു ലഹും ഫഅഅതൈതുഹും മാ സഅലു. ഇന്നെന്താ വേണ്ടത്? ഖദ് ഗഫർതു ലഹും, അവർക്ക് ഞാനിതാ പുറത്തു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വഅഅതൈതുഹും മാ സഅലു, അവരെന്താണോ ചോദിച്ചത്, വഅജർതഹും മിമ്മ ഇസ്തജാറു, അവരെന്തിൽ നിന്നാണോ കാവലിനെ തേടിയത്, രക്ഷ ചോദിച്ചത്, അതിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ചിരിക്കുന്നു. അവരെന്താണോ ചോദിച്ചത് അത് ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്താണ് അനുഭവം? നിങ്ങൾ ആലോചിച്ചു. അത്തരം ഒരു സദസ്സിലാണ് റമദാനിലെ 1445 പതിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. 1447 ഹിജ്റ വർഷത്തിലാണ് നമ്മളുള്ളത്. 2ാമത്തെ വർഷമാണ് ഹിജ്റ, 2ാമത്തെ വർഷമാണ് റമദാൻ നിർബന്ധമാക്കിയത്. നിങ്ങൾ ആലോചിക്കും, നമ്മൾ മഹാഭാഗ്യവന്മാർ. 1445 റമദാനിൻ്റെ പതിപ്പിൽ ഞാനും നിങ്ങളും ജീവനോടെ ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് ശരീരം നുള്ളി നോക്കെല്ലാവരും ജീവനോടെ ഇരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മഹാസൗഭാഗ്യം നമുക്ക് നൽകി. ഈ സംഭാഷണം അവസാനിക്കുന്നവർ നിന്നുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുന്നുണ്ട്, യാ റബ്ബ് ഫീഹിം ഫുലാൻ,
അബ്ദുൻ ഖത്താ. റബ്ബേ, അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്, അയാൾ ഭയങ്കരമായി തെറ്റ് ചെയ്യുന്നവരാ. ആരുടെ കൂട്ടത്തിൽ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ. എൻ്റെ സംസാരമല്ല, മലക്കുകൾ പോലെ. അബ്ദുൻ ഖത്താ. ഖത്താ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി തെറ്റുകൾ ചെയ്യും. ഇന്നമാ മർറ ഫജലസ മഅഹു. അവനിങ്ങനെ നടന്നു പോവുകയായിരുന്നു, അപ്പോൾ ഒരു സദസ്സ് കണ്ടു, അവിടെ ഇരുന്നു. അത്രയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആലയുടെ മറുപടി പറയുന്നുണ്ട്, വലഹു ഗഫർത് വലഹു ഗഫർത് വലഹു ഗഫർത്. അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഹുമുൽ ഖൗം ലാ യശ്ഖാ ബിഹിം ജലീസുഹും. എന്തുകൊണ്ടാണ് പുറത്തു കൊടുക്കുന്നത്? ആ സമൂഹം, അവരുടെ കൂടെ ഇരുന്നവർക്കൊന്നും നിർഭാഗ്യം വരില്ല. ആരാ നമ്മൾ ആലോചിച്ചു? അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചത് സഹോദരന്മാർ. നമ്മളെല്ലാവരും ചിന്തിക്കാം, ഈ റമദാൻ നമുക്ക് മാറ്റത്തിൻ്റെ റമദാനാകണം. ഈ റമദാനിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളെ ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, സൗമാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യേണ്ടത് നോമ്പാണ്. പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, സൗമ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും നിങ്ങൾ കേട്ടത് സൗമിനെ കുറിച്ചാണ്. സൗമെന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാനല്ല സൗമ്, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ, ഹൃദയത്തെ, മനസ്സിനെ പിടിച്ചു വെച്ച് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയണം. മനസ്സിനെ കയറൂരി വിടരുത്. അതാണെന്ത്? സൗം. ഇംസാക്കുന്ന സൗം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത്, ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളിൽ, ഞാൻ എൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രേഡ് ഖിയാമിനാണ്, രാത്രിയിലെ നമസ്കാരം. എല്ലാവരും ശ്രദ്ധിക്കണം, രാത്രിയിലെ നമസ്കാരം. രണ്ടിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഓർമ്മയുണ്ടല്ലോ, മൻ സാമ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു, മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു ഖദ്ദം, മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ. സുബ്ഹാനല്ലാഹ്. രണ്ട് കാര്യം ശ്രദ്ധിക്കൊണ്ടു. ഒന്ന്, നോമ്പ് നോക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഈമാനൻ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ കിട്ടാൻ വേണ്ടിയായിരിക്കണം. അതാ, ഈമാൻ കിട്ടാൻ വേണ്ടിയായിരിക്കണം. അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഈമാനൻ എന്ന് പറഞ്ഞതിന് ഇഅ്റാബ് പറയും മഫ്ഊലുൻ ലി അജലീന. അത് കിട്ടാൻ വേണ്ടി, ഈമാൻ കിട്ടാൻ വേണ്ടി, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയല്ല. അങ്ങനെ ചിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ? ആരോഗ്യം അള്ളാഹ് തരുന്ന നിഅമത്താ കൂട്ടരെ. അത് ശുക്റിൽ നിന്ന് ആ നിഅമത്ത് കിട്ടും. ഈമാൻ കിട്ടണം. ഈമാൻ കിട്ടണം. നമ്മൾ പറയാറുണ്ട്, ഈമാൻ കിട്ടി മരിക്കണം, ഈമാനോട് കൂടി ജീവിക്കണം, ഈമാൻ കിട്ടി മരിക്കണം എന്നൊക്കെ. ഈമാൻ കിട്ടാനാണ് സൗം. രണ്ട്, വഹ്തിസാബൻ. ഹിസാബ് എളുപ്പമാകണം. ഇഹ്തിസാബ്, ഹിസാബ് അറിയാലോ. ഒരു ഹിസാബിനെ ഞാനും നിങ്ങളൊക്കെ നിൽക്കേണ്ടി വരും. എല്ലാവരും ഒരു സംശയമില്ല. എനിക്കറിയില്ല നമ്മളൊക്കെ എങ്ങനെയാണ് ഹിസാബിന് നിൽക്കുക. നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തുമാത്രമാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ ദിവസം ബീഹാറിലെ ഒരു ഗ്രാമത്തിലാണ്. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത്, എങ്ങനെയാണ് ഈ ആളുകൾ, അവരെ എങ്ങനെയാണ് റബ്ബ് ഹിസാബ് നടത്തുക, എന്നെ എങ്ങനെയാണ് അള്ളാഹ് ഹിസാബ് നടത്തുക? ആലോചിച്ചു. 25 കിലോ ഭാരമുള്ള ആ ഒരു മാസം തിന്നാനുള്ള ഭക്ഷണത്തിൻ്റെ പാക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു സന്തോഷം. നമ്മളോട് പറയും, ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പച്ച മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. പച്ച മനുഷ്യർ. നമ്മളെവിടെ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഞാനും നിങ്ങളും ധരിച്ച വസ്ത്രം എൻ്റെ ഏറ്റവും നല്ല വസ്ത്രമാണെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇട്ടത്. നമ്മളൊക്കെ ധരിച്ച വസ്ത്രത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള ഒരു വസ്ത്രം അവരാരും ധരിച്ചിട്ടില്ല. നമ്മൾ ധരിച്ച് പഴകിയ വസ്ത്രങ്ങൾ ചുരുട്ടിക്കൂട്ടി അത് കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം. ഞാൻ എൻ്റെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച്, കുറേ കുട്ടികളെ കണ്ടപ്പോൾ, കുറേ കുട്ടികളുടെ ഒരാട്ടിൻ കൂട്ടത്തിൻ്റെ പുറകെ നടക്കുന്നു. തടഞ്ഞു നിർത്തി ഞാൻ അവരോട് ചോദിച്ചു, അച്ഛനെവിടെ, ഉമ്മയുടെ ഉപ്പയുടെ? അവർ പറഞ്ഞു, പണിക്ക് പോയതാണ്. വലിയ പാടമാണ്, കുറേ കിലോമീറ്ററുകൾ പോയാലാണ് ഒരു ചെറിയ ഗ്രാമം. അവിടെ ഒരു കൂട്ടം കുടിലുകളാണ്. ആ കുടിലുകളുടെ കാഴ്ചയാണിത്. അറിയണം. ആ കുട്ടികൾ പറഞ്ഞ് പണിക്ക് പോയതാ.
ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ സ്കൂളിൽ പോകാത്തത്? എന്തായിരിക്കും മറുപടി ഞങ്ങൾ വിചാരിച്ച്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ തിരിച്ചു ചോദിച്ചു, സ്കൂളോ? അതെന്താ? നമ്മൾ ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത് എന്നിങ്ങനെ കൺഫ്യൂഷനില്ല അല്ലേ കുട്ടികളെ? അതെന്താ? നിങ്ങൾ ആലോചിക്കണം. ചില സ്കൂളുകളിൽ ഖുർആനും ഹിഫ്ളും ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോയി അതിൻ്റെ ചുമരൊക്കെ അവരുടെ വീടിൻ്റെ ചുമരും അങ്ങനെ മുളകൾ വെച്ച്, ആ മുളകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ സുഷിരമടക്കാൻ വേണ്ടി ഉണങ്ങിയ ചാണകം ഉണക്കിയിട്ടാണ് അതിൻ്റെ ഓട്ടകൾ അടച്ചിട്ടുള്ളത്. ഞാനത് ചിന്തിക്കാനല്ല, നിങ്ങൾ ആലോചിച്ചത് എങ്ങനെയായിരിക്കും നമ്മുടെ ഹിസാബും അവരെ ഹിസാബും? അതാണ് ഇഹ്തിസാബൻ. നല്ലോണം ചിന്തിച്ചോളി. അത്ര എളുപ്പമാവില്ല നമ്മളെ ഹിസാബ്. കാരണം ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? നമുക്കോ നമ്മുടെ മക്കൾക്കോ? ആലോചിച്ചു. ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ റമദാനിലല്ലാതെ വിശന്നിട്ടുണ്ടോ? നമുക്ക് പട്ടിണി കിടന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം സഹോദരന്മാർ, ആലോചിക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം നമ്മളെ വിലയിരുത്തേണ്ടത്. അതാണ് മൻ സാമ ഈമാനൻ, അതാണ് ഇഹ്തിസാബ് എന്ന് പറയുന്നത്. ഹിസാബിന് വേണ്ടി, ഹിസാബ് എളുപ്പമാകാൻ വേണ്ടി, വിചാരണ എളുപ്പമാകാൻ വേണ്ടി, അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടെന്ന് ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, ലഘുവായ, ചെറിയ വിചാരണ നടത്തി രക്ഷപ്പെടും. വിചാരണ ഇല്ലാതെയും രക്ഷപ്പെടാം. നമ്മളെ വിശ്വാസം ദൃഢമാണെങ്കിൽ, ശക്തിയുള്ളതാണെങ്കിൽ. ഒരു കൂട്ടം ആളുകളുണ്ട് അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന. നമ്മളല്ല, നമ്മൾ ഈ അള്ളാഹു ഉണ്ടാക്കിയ സൃഷ്ടികളിലാണ് നമ്മുടെയൊക്കെ തവക്കുൽ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബാങ്ക് ബാലൻസിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ അതല്ല. അല്ലാത്തൊരു മനുഷ്യന്മാരുണ്ട് ലോകത്ത്. അവരെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന. അങ്ങനെ നമുക്ക് ചോദിക്കാം, അല്ലാഹുവേ വിചാരണ കൂടാതെ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. അല്ലാഹുമ്മ ർസുഖ്നിൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുമ്മ ർസുഖ്നിൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഖിയാമാണ്. രാത്രിയിലെ നമസ്കാരം ഒഴിവാക്കരുത് ആരും. ക്ഷീണം, തലവേദന ഒക്കെ വരും, ഒക്കെ മാറ്റി നിർത്താം. എന്നിട്ട് രണ്ട് വികാരത്തോടു കൂടി ഈമാൻ എന്താന്ന് മനസ്സിലായോ? ഇഹ്തിസാബ് എന്താന്ന് മനസ്സിലായോ? അപ്പൊ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു റമദാൻ ജീവിതത്തിലൂടെ കടന്നുപോയിട്ട് മഗ്ഫിറത്ത് ലഭിക്കാത്തവനെ അല്ലാഹു, എനിക്ക് ആ വേർഡ് പറയാനൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞാനവിടെ നിർത്തിയത്. റസൂലുള്ളാഹി ആമീൻ ചൊല്ലി പ്രാർത്ഥിച്ച നമുക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. മഗ്ഫിറത്തിനുള്ള ഏറ്റവും നല്ല വഴി ഒന്ന് ഈമാനോടെ ഇഹ്തിസാബോടെയുള്ള സൗമാണ്. രണ്ടാമത്തേത് ഈമാനോടെ ഇഹ്തിസാബോടെയുള്ള ഖിയാമാണ്, നമസ്കാരമാണ്. മൂന്നാമത്തേത് ലൈലത്തുൽ ഖദർ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ലൈലത്തുൽ ഖദറിൽ ഖിയാമ് നടത്താൻ, നിന്ന് നമസ്കരിക്കുവാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതിലേക്ക് അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, ഖുർആനുമായുള്ള ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. ഒരു ഖത്തം തീർക്കും ഞാൻ എന്നൊന്നും പറഞ്ഞ് നിൽക്കരുതിട്ട് നിങ്ങൾ. അതൊന്നും ഒരു കാര്യമൊന്നുമല്ല, പോരാ. ഒരുപാട് ഖത്തും ഉണ്ടാകട്ടെ ഈ വർഷത്തെ റമദാനിൽ ഇൻഷാ അല്ലാഹ്. നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്നേ. ചില്ലറ മിനിറ്റുകളാണ് വേണ്ടത്. ഇത്ര പേജുള്ള ബുക്കുകൾ നമ്മൾ വായിച്ച് തീർക്കാറില്ലേ കൂട്ടരെ? വായിക്ക്. ഒരു ഹർഫ് വായിച്ചാൽ, ഒരക്ഷരം വായിച്ചാൽ സുബ്ഹാനല്ലാഹ് 10 ഹസനാത്ത്. നിങ്ങൾ ആലോചിക്കും, 10 നന്മകൾ. വായിക്ക്, ധാരാളമായി വായിക്ക്. അത് നമുക്ക് സാക്ഷിയായി വരും. നമുക്ക് അനുകൂലമായി സാക്ഷിയായി വരും. വായിക്കണം.
മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കണം. ചരിത്രത്തിൽ പറയുന്നുണ്ട്, നോക്കൂ, നമുക്ക് ഇസ്ലാം എത്തിച്ചു തന്ന, ഖുർആൻ എത്തിച്ചു തന്ന, തഫ്സീർ എത്തിച്ചു തന്ന, ഹദീസ് എത്തിച്ചു തന്ന മഹാന്മാരായ ഇമാം ബുഖാരി അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, മദ്ഹബിന്റെ മഹാന്മാരായ അഇമ്മത്തുകൾ, അവരൊക്കെ എല്ലാം മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനിലായിരുന്നു. ഈ മാസമായാൽ അനേകം ഖത്മുകളാണ് അവർ തീർത്തിരുന്നത്. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് സമയമില്ല എന്ന് പറയരുത്. ഖുർആൻ നമ്മൾ കേട്ടല്ലോ ഇന്ന് ഖുതുബയിൽ, കേവലം വായിച്ചാൽ പോരാ, അതിനെ ഉൾക്കൊള്ളണം, ആശയം കിട്ടണം. നമുക്ക് ഇതറിയില്ല എന്നിനി പറയരുത്, പറയാൻ നമുക്ക് നിർവാഹമില്ല. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഫോണിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഏത് ഭാഷയിലുള്ള പരിഭാഷയും ലഭ്യമാണ്. പരിഭാഷ ലഭ്യമല്ലാത്ത, അറിയാത്തത് ചോദിക്കാൻ പല സംവിധാനങ്ങളും വന്നു. ജീവനുള്ള മനുഷ്യനെ വേണ്ട അപ്പൊ ചോദിക്കാൻ, സംവിധാനങ്ങളായി അള്ളാഹു എളുപ്പമാക്കി തന്നിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആൻ. നിങ്ങൾക്ക് മനസ്സിലായോ യസ്സർന എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? മുമ്പൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്ന അറബി ഭാഷ എളുപ്പമാണ്. നോ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ, ചിന്തിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തന്നു. ചോദിക്കും, ആ സംവിധാനങ്ങൾ നിങ്ങൾ പലതിനും ഉപയോഗിച്ചിട്ടില്ലേ? ഇതിനകത്തുള്ള സംവിധാനങ്ങൾ അല്ലേ? കടിച്ചാൽ പെട്ടാത്ത ചൈനീസ് ഭാഷ മനസ്സിലാകാൻ നിങ്ങൾ ChatGPT ഉപയോഗിച്ചോ? നിങ്ങൾക്കറിയാത്ത സിംബലുകൾ, എമോജികളും മനസ്സിലാകാൻ നിങ്ങൾക്ക് ChatGPT നിങ്ങൾ ഉപയോഗിച്ചോ? ജെമിനിയെ ഉപയോഗിച്ചോ? എങ്കിൽ എന്നോടും നിങ്ങളോടും ആധുനിക കാലഘട്ടത്തിൽ റബ്ബിന്റെ ചോദ്യമുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ മെസ്സേജ് നിങ്ങൾക്ക് തന്നിട്ട് ആ മെസ്സേജ് മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞ് അറച്ചു നിൽക്കുകയല്ലാതെ ആ മെസ്സേജുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ChatGPTയോ ജെമിനിയോ ഗൂഗിളോ നിങ്ങൾ ഉപയോഗിച്ചോ? റബ്ബിന്റെ ചോദ്യം വരും, ഒരു സംശയമില്ല. അതേ പറഞ്ഞ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും അവരുടെ ഹിസാബും നമ്മുടെ ഹിസാബും. ഒരു മുറുക്ക് വെള്ളം അധികം കുടിക്കുമ്പോൾ ആലോചിച്ചോളേണ്ടി, ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ആയത്ത് വന്ന കഥ ഭയങ്കര. അപ്പൊ ആലോചിച്ചോളി. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനുമായുള്ള ബന്ധം ശക്തമാക്കുക. ഖുർആൻ നമുക്ക് ഹുജ്ജത്താകണം. ഹുജ്ജത്തുൻ ലക ലാ അലൈക്. നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം, നമുക്ക് പ്രതികൂലമായ സാക്ഷിയല്ല. അല്ലാഹു സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഖുർആൻ ആഴത്തിൽ ഖുർആനെ കുറിച്ച് പഠിക്കണം, ചിന്തിക്കണം. ഒരുപാട് സന്ദർഭങ്ങളും അവസരങ്ങളുമുണ്ട്, എല്ലാവരും ഉപയോഗപ്പെടുത്തണം സഹോദരന്മാരെ. നാലാമത്തെ കാര്യം, നാലാമത്തെ കാര്യം സഹോദരന്മാരെ, ഇത്ആമുൽ മസാകീൻ, ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം, വിശപ്പിൻ്റെ ഭാഷ അതൊരു വല്ലാത്ത ഭാഷയാണ്. നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചെന്നോ എന്ന് എനിക്കറിയില്ല, ചെറുപ്പത്തിലെങ്കിലും. ഇല്ലല്ലോ, ആരുമില്ലല്ലോ, പട്ടിണി കിടത്തിട്ടില്ലല്ലോ. ഭക്ഷണം കൊടുക്കണം. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഭക്ഷണത്തോട് ഇഷ്ടമുണ്ട്, ഇഷ്ടമുണ്ടായിരിക്കെ ഇതെല്ലാം ചെലവാക്കിയത് കൊടുത്തതല്ല, അതിനെ പറ്റിയല്ല പറയുന്നത്. ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, വേണം, എന്നിട്ടും കൊടുത്തു, ഭക്ഷിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ഇഫ്താർ, നോമ്പ് തുറപ്പിക്കാൻ പറഞ്ഞില്ലേ? നോമ്പ് നോറ്റവനെ പോലെയുള്ള പ്രതിഫലം. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കരക്ക് കൊടുക്കുക എന്നല്ല കേട്ടോ, അങ്ങനെ ഒരു വിചാരിക്കണ്ട. ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നോമ്പ് നോക്കാൻ സാധിക്കാത്തവനോട് എന്താ പറഞ്ഞത്? ഫിദിയത്തുൻ തആമു മിസ്കീൻ. പൈസ കൊടുക്കാനല്ലല്ലോ പറഞ്ഞു. ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക. ഇസ്ലാമിൽ വല്ലാത്ത പുണ്യമുള്ള കാര്യം, വലിയ അതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. സൂറത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ വായിച്ചിട്ടില്ലേ? വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മിസ്കീനിന് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കാത്തവൻ ആരാ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളവാക്കി ഭക്ഷണം കൊടുക്കും. ഒരാള് നമ്മളെ കൊണ്ട് നോമ്പ് തുറക്കട്ടെ. ഒരുപാട് മനുഷ്യരുണ്ട്, നിങ്ങളറിയണ്ടാവും, അറിയുന്നവർക്കൊക്കെ കൊടുക്കി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നാലാമത്തെ കാര്യം
അല്ല. അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കുക, അത് ദുആ ആണ്. അതാണ് അടിസ്ഥാനപരമായ വിഷയം. അതുകൊണ്ടാണ് സൂറത്തു ബഖറയിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. സൂറത്തുൽ ബഖറയിലെ 183 വചനം മുതലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ. 184 നോമ്പിനെ കുറിച്ചാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. 185 എന്താന്ന് നിങ്ങൾക്ക്? وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم سبحان الله. 185. 186 എന്താണെന്നറിയോ? നോമ്പന്നെ. وحل لكم ليلة الصيام الرفث إلى നോമ്പന്നെ. എന്തിനാണ് ഈ നോമ്പിൻ്റെ ഹുക്കുമുകൾ, വിധികൾ, കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരികിയത്? എന്തിനാ? നമ്മൾ മനസ്സിലാക്കണം, ഈ നോമ്പും ദുആയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നോമ്പും ദുആയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ദുആക്കുള്ള എല്ലാ സംവിധാനവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നോമ്പിൽ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ രാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 3 പ്രയോഗങ്ങൾ നടത്തി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇദാ കാന അവ്വലു ലൈലത്തിൻ ഫി റമദാൻ. റമദാനിൻ്റെ ആദ്യ രാവ് 3 സംഭവങ്ങൾ ഉണ്ടാവും ലോകത്ത്. ഒന്ന് സുഫിദത്തി ശയാത്തീൻ, 2 ഉൽഖത് അബ്വാബുൻ നാർ, 3 ഫുത്തിഹത് അബ്വാബുൽ ജന്ന. ഞാൻ കുറച്ച് കട്ടിയിലാട്ടോ 3 പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, റസൂലുള്ള പറഞ്ഞതാ. കട്ടിയില്ലാത്ത ഭാഷ ഉപയോഗിച്ചത് പറയാം, പക്ഷെ റസൂൽ കട്ടി കൂട്ടി. സുഫിദത്ത്, സുഫിദത്ത് എന്ന് പറഞ്ഞാലും അർത്ഥം കിട്ടും, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. സുഫിദത്ത് ശയാത്തീൻ, പിശാചുക്കളുടെ മുഴുവൻ ചങ്ങലകൾ, ഭയങ്കര ചങ്ങല, പൊട്ടിക്കാൻ പറ്റാത്ത ചങ്ങല. അതിനാണ് സുഫിദ. കടുപ്പമുള്ള ചങ്ങല, പൊട്ടൂല. എത്ര കൊതറിയാലും പൊട്ടൂല. നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും അനുഭവിച്ചല്ലേ? നമുക്കന്നെ തോന്നിയില്ലേ? കുറച്ച് നിർത്തി വെക്കാം. ഇപ്പം നമ്മളെ മൊബൈലിൽ സ്ക്രീൻ ടൈം നോക്കിയാൽ വ്യത്യാസമല്ലേ? ഉണ്ടല്ലോ. സുഫിദത്തി ശയാത്തീൻ. 2 ഉൽഖത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഉൽഖത്ത് എന്നും പറയാം. അതിന് പകരം ആ ലാമിനെ അങ്ങോട്ട് കട്ടി അടച്ചു എന്നല്ല, പൂട്ടി എന്നല്ല, ഭയങ്കരമായി ശക്തിയിൽ അടച്ചു, തുറക്കാൻ കഴിയൂല. എന്ത്? അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ. റസൂലുള്ളാഹിന്റെ പാദമൊക്കെ ഭയങ്കര മനോഹര. ഇനി അടുത്തതോ ഫുത്തിഹത്, തുറന്നു എന്നല്ല. അതിനകത്ത് ആ ശബ്ദ വേണ്ട. ശബ്ദത്തിന മലർക്ക തുറന്നിട്ടിരിക്കും, ഭയങ്കരമായി തുറന്നിട്ടിരിക്കും, വലിയ വലിയ വാതിലുകൾ. ഇതാണ് നമ്മൾ ഉപയോഗിക്കണം സഹോദരന്മാരെ, ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, നന്നായി ദുആ ചെയ്യാം. ദുആയോട് മാത്രമേ രക്ഷപ്പെടൂ. ദുആണ് നമ്മുടെ ആയുധം. നമ്മുടെ ആയുധം ദുആണ്. പണ്ഡിറ്റ് സൂറത്തുൽ അംബിയ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. പ്രവാചകന്മാർ 16 പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത്. എത്ര? 10. നമ്മളൊന്ന് വെറുത്തൊന്ന് വായിച്ചു നോക്കിയേ. 16 പ്രവാചകൻ. ആ പ്രവാചകന്മാർക്കുണ്ടായ അനുഭവങ്ങളും ആ തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ സമാധാനം എന്തായിരുന്നു എന്നതിൽ പറയട്ടെ. അത് ദുആകളാണ്. ഓരോ നബിനെ കുറിച്ചും പറയുന്നുണ്ട്. അയ്യൂബ് നബിൻ്റെ തുടങ്ങിയിട്ട് യൂനുസ് നബിയിൽ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഒന്ന് വായിച്ചു നോക്കാൻ. എല്ലാവരും ഭയങ്കരമാണ്. ദുആ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ വെറും ഒരു ഇബാദത്തല്ല. ദുആ ഇബാദത്താണ്, പക്ഷെ വെറും ഒരു ഇബാദത്തല്ല, മറിച്ച് ഒരു മാറ്റമാണ്. നമുക്ക് ഒരു മാറ്റമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ദുആ ചെയ്യുന്നത് മാറാൻ വേണ്ടിയാണ് അല്ലേ? രോഗം വന്നാൽ രോഗം മാറാൻ ദുആ അല്ലേ? ദാരിദ്ര്യം വന്നാൽ ദാരിദ്ര്യം മാറാൻ ദുആ. പരാജയം വന്നാൽ വിജയം ഉണ്ടാകാൻ ദുആ. എന്തിനാണപ്പം? മാറ്റത്തിനാണ്. ദുആ ഒരു മാറ്റമാണ്, ചേഞ്ച്. എന്തിൽ നിന്ന്? ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള ചേഞ്ചാണ് ദുആ എന്ന് പറഞ്ഞാൽ. ഭയങ്കര അത്ഭുത ദുആ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? അതുകൊണ്ടാണത് വിശ്വാസിക്ക് വലിയ ആയുധമായത്. നമുക്ക് ഭയങ്കര അസംതൃപ്തി, ജീവിതത്തിൽ ഭയങ്കര പ്രയാസം, അസംതൃപ്തി, അസ്വസ്ഥത,
എങ്ങനെ പോകും? തൃപ്തിയിലേക്ക്, സംതൃപ്തിയിലേക്ക് എങ്ങനെ പോകും? ദുആ മാത്രം. നോക്കൂ, അവസാനം സൂറത്തുൽ അംബിയായിൽ അവസാനം പറയുന്നത് യൂനുസ് നബിയുടെ കഥയാണ്. എന്ന് പറഞ്ഞാൽ യൂനുസ് അലൈഹിസ്സലാം, നൂനിന്റെ ആള്, ദേഷ്യം പിടിച്ചു പോയി. അവസാനം ഭയങ്കര കുടുക്കിൽ കുടുങ്ങി അല്ലെ? കുടുക്കെന്താ നിങ്ങൾക്കറിയാം? ഭയങ്കര കുടുക്ക. അവിടെ വെച്ച് ആ കുടുക്കിൽ വെച്ച് അദ്ദേഹം ഒരു വാക്കേ പറഞ്ഞുള്ളൂ. ദുആ എന്ന് പറഞ്ഞാൽ ചോദിക്കണമെന്നില്ല. ദുആന്റെ അടിസ്ഥാനം ചോദ്യമല്ല. ദുആന്റെ അടിസ്ഥാനം അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇന്നി ഖരീബ് എന്നാ പറഞ്ഞു. ഇന്നി, ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യാത്തത് അതാ, നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അതാ, അനുഭവപ്പെടണം. ഇന്നി ഖരീബ്, എന്റെ റബ്ബ് എന്റെ അടുത്തുണ്ട്, എന്റെ കൂടെയുണ്ട്. നൂഹ് നബി എന്താ പ്രാർത്ഥിച്ചേ? ഇവിടെ പ്രാർത്ഥനയിൽ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എവിടെ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ല അൻത. അതാണ് ബോധം. അല്ലാഹുവേ, നീ അല്ലാതെ എനിക്ക് ഇലാഹില്ല. സുബ്ഹാനക, ഞാൻ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ. എവിടെയെങ്കിലും ഉണ്ടോ രക്ഷിക്കണേ? ഇല്ലല്ലോ. എന്നിട്ടും അല്ലാഹുവിന്റെ മറുപടി എന്താ? ഫനജൈനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അവിടെ അവസാനിച്ചിട്ടില്ല, അത് അവസാനിക്കുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. എന്താ? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം നാം മുഅ്മിനുകളെയൊക്കെ രക്ഷപ്പെടുത്തും. നമ്മളെയും രക്ഷപ്പെടുത്തും. നമുക്ക് സംശയം ഉണ്ടാവും, എൻ്റെ പ്രശ്നം തീരുമോ? എൻ്റെ രോഗം തീരുമോ? എൻ്റെ രോഗം ശിഫയാവോ? ഡോക്ടർ പറഞ്ഞതാ എന്നോട് സുഖാവില്ല, ഒരു 3 മാസം കൂടിയൊക്കെ മാക്സിമം. എല്ലാവർക്കും ഉള്ള അനുഭവമായിരിക്കും. ആരാ പറയാൻ? ഇയാളാണോ പറയേണ്ടത്? അല്ലല്ലോ, അയാളല്ല. രോഗം തന്നത് റബ്ബാണ്. ഇബ്രാഹിം നബിയുടെ നാവിലൂടെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ രോഗിയായാൽ ഫഹുവ, അവനാണ്. ആരാണ് ഹുവ? മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ. ഡോക്ടറല്ല, ആശുപത്രിയല്ല, മരുന്നല്ല, ഇൻസ്ട്രുമെന്റ്സ് അല്ല. നോ, ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. നമ്മൾ ബേജാറിൽ മറന്നു പോണതാ. അതാണ് സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകത. അള്ളാഹു എല്ലാം ഖദറൊക്കെ അറിയാലോ നമുക്ക്. പക്ഷേ ആ ഖദറിനെ കൂടി വെല്ലുന്നതാണ് ദുആ. ലാ യറുദ്ദുൽ ഖദറ ഇല്ലാ ദുആ. അപ്പോൾ ഒരൊറ്റ മനുഷ്യനും അസ്വസ്ഥനാകരുത്, ബേജാറാകരുത്, പേടിയാകരുത്. എല്ലാറ്റിനെയും വെല്ലുന്ന ശക്തിയുള്ള ഒരു മിസൈൽ നമ്മുടെ കയ്യിലുണ്ട്, പാട്രിക് മിസൈൽ. എല്ലാ മിസൈലുകളെയും നശിപ്പിക്കും, എല്ലാ രോഗാണുക്കളെയും നശിപ്പിക്കും, എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കുന്ന ഒരു മിസൈൽ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്. അതാണ് ദുആ. എന്ത് വേണം? യഖീൻ ഉണ്ടാകണം സഹോദരന്മാരെ. അതാണ് നമ്മുടെ പ്രശ്നം. അവിടേക്ക് നമ്മൾ എത്തണം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ രോഗം മാറൂല, എൻ്റെ പ്രശ്നം അവസാനിക്കില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് സഹോദരന്മാരെ. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ മാറൂല, പിന്നെ പ്രശ്നം തീരൂല. കാരണം റബ്ബ് നോക്കുന്നത് എങ്ങട്ടാ? നമ്മൾ ചൊറുക്ക് കൂട്ടുന്നത് എന്താ? നമ്മൾ ചൊറുക്ക് കൂട്ടിനടുത്തേക്ക് റബ്ബ് നോക്കൂല തന്നെ അള്ളാഹു പറഞ്ഞു. അള്ളാഹു നമ്മുടെ സുവറിലേക്കല്ല, അജിസാമുകളിലേക്കല്ല, നമ്മുടെ രൂപങ്ങളിലേക്കോ ചിത്രങ്ങളിലേക്കോ ശരീരത്തിലേക്കോ അല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, അപ്പോൾ ശരിക്ക് ശ്രദ്ധിക്കുക. ശരിക്ക് നോക്കൂ, ഖളാഇകളെ മാറ്റാൻ ആർക്ക് കഴിയും? ദുആക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഖുനൂത്തിൽ പ്രാർത്ഥിച്ചില്ലേ, വഖിനി ശർറ മാ ഖദൈത്. വെറുതെ പ്രാർത്ഥിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പ്രാർത്ഥിക്കുമോ? വഖിനി ശർറ മാ ഖദൈത്, അല്ലാഹുവേ, നീ എനിക്ക് വിധിച്ചിട്ടുള്ള തിന്മകളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ, കാക്കേണമേ.
ആരും വിചാരിക്കരുത് ഖളാ അവസാനത്തെ വാക്കാണ്. അല്ലല്ല. എത്ര രോഗികളാണ് നിങ്ങൾ നോക്കണം. എത്ര രോഗികളാണ് യഖീൻ കൊണ്ട്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സുദൃഢമായ ബോധം കൊണ്ട്, അള്ളാഹു എന്നെ സുഖപ്പെടുത്തുമെന്ന ശക്തമായ ബോധം കൊണ്ട്. ഈ മരുന്ന് എന്നെ സുഖപ്പെടുത്തുന്നല്ല, അള്ളാഹു എന്നെ സുഖപ്പെടുത്തും. അപ്പം അള്ളാഹു കൊണ്ടുവന്ന് തരുന്നേ. അള്ളാഹു നമ്മളെ എത്തിക്കും. ഏത് ട്രീറ്റ്മെൻ്റ് ആണോ ആവശ്യം അതിലേക്ക് അള്ളാഹു എന്ത് ചെയ്യും? എത്തിക്കും. എന്ത് പരിഹാരമാണോ ആവശ്യം അള്ളാഹു അതിലേക്ക് എത്തിക്കും. അതാണ് ദുആഇന്റെ പ്രത്യേകത. അതാണ്. നോക്കൂ, എത്ര ദാരിദ്ര്യം പിടിച്ചവരാണ് ദുആ കൊണ്ട് രക്ഷപ്പെട്ടത്, അല്ലേ? എത്ര നഷ്ടം പറ്റിയവരാണ് ദുആ കൊണ്ട് ലാഭത്തിലേക്ക് എത്തിയത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ ഉണ്ടാകേണ്ട ബോധം അതാണ് സഹോദരന്മാർ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, സൂറത്തുർ റഹ്മാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ. ഭയങ്കര വാക്കാ. എന്നിട്ടാ ചോദിക്കുന്നത് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യസ്അലുഹു, അവനോട് അഥവാ അല്ലാഹുവിനോട് ചോദിക്കുന്നു. ആര്? മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാവരും ചോദിക്കുന്നു. എന്താ കാരണം? കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ. കുല്ല യൗമിൻ ഹുവ ഫീ. അല്ലാഹുവിനെ എല്ലാ ദിവസവും അല്ലാഹു തീരുമാനം മാറ്റും. എല്ലാ ദിവസവും പുതിയ ഡിസിഷനുകളാണ് അള്ളാന്റെ അടുത്ത് വരിക. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത സംഭവമല്ലേ. നമ്മൾ എപ്പോഴും ചിന്തിക്കണം സഹോദരൻ, എപ്പോഴും ചിന്തിക്കണം. നമ്മൾ അവിടെ ഉണ്ടാകണം. നോക്കൂ, മുസ്ലിം ലോകത്ത് അതിക്രൂരനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അയാള് ജയിലിൽ നിന്ന് 2 ആളെ കൊണ്ടുവന്നു. അവരെ അന്ന് തൂക്കിലേറ്റേണ്ട ദിവസമാണ്, കൊല്ലപ്പെടേണ്ട ദിവസം. അപ്പോൾ ഒരാൾ ചോദിച്ചു ഭരണാധികാരിയോട്, ഒരു ദിവസത്തെ ഇടതരൂ. അപ്പോൾ തിരിച്ച് ഇയാൾ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഒരു ദിവസം? നാളെ ആയാലും നിന്നെ കൊല്ലും നാളെയായാലും, എന്തിനാ ഒരു ദിവസം? കേൾക്കണ്ട കഥ നിങ്ങൾക്ക്? ആ മനുഷ്യന് തോന്നി, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ. ഇന്നൊരു പക്ഷേ ഞാൻ കൊല്ലപ്പെടാനായിരിക്കും, ഇന്നത്തെ തീരുമാനം. പക്ഷേ യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, നാളെന്താവും? കുല്ല യൗമിൻ ഹുവ ഫീ ശൈൻ. ഈ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. ഹജ്ജാജ് ഭയങ്കര കുറുവലാണ്. തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഹജ്ജാജ് പറഞ്ഞു, നീ എന്നെ വല്ലാത്തൊരു പാഠം പഠിപ്പിച്ചു. നീ പോയിക്കൊന്ന് എന്നെ പുറത്ത് വിട്ടു. വല്ലതും മനസ്സിലായ നമുക്ക്? ആരും ബേജാറായിരുന്നു. ഒരു വൈറസും ഇല്ല നമ്മളെ നശിപ്പിക്കാൻ പോകുന്ന, നമ്മുടെ ദുആഇനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു വൈറസും ലോകത്തില്ല. ഉറച്ച് വിശ്വസിച്ചോ. അതാണ് യഖീൻ. ഒരു ദാരിദ്ര്യമല്ല, അള്ളാഹുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ദാരിദ്ര്യവുമില്ല. അള്ളാഹുവിന് മാറ്റാൻ പറ്റാത്ത ഒരു അസ്വസ്ഥതയുമില്ല. അള്ളാഹുവിന് മാറ്റാൻ പറ്റാത്ത ഒരു സമാധാനമില്ലായ്മയുമില്ല. അതാണ്. നോക്കി നിങ്ങൾ, ഈ ദുആക്ക് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് ദുആക്ക് ശക്തിയില്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും നമ്മളോട് പറയൂല. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അള്ളാഹ് പ്ലാൻ ചെയ്ത് വെച്ചതാണെങ്കിൽ പിന്നെ പറയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹ് പ്ലാൻ ചെയ്ത് വെച്ചതാണ്, പറയോ? പറയില്ല. അള്ളാഹ് ഇത് പ്ലാൻ ചെയ്തപ്പോൾ അതിന്റെ കൂടെ വേറൊരു പ്ലാൻ ഉണ്ട്. എന്റെ അടിമ ഇങ്ങനെ ഒരു പരീക്ഷണം അവന് നൽകുമ്പോ അവൻ എന്നിലേക്ക് കൂടുതൽ അടുത്ത് എന്നെ കുറിച്ചുള്ള യഖീൻ അവന്റെ ഉള്ളിൽ നിറഞ്ഞ് അവൻ എന്നോട് ചോദിക്കുമ്പോ, അതാണ് മരുന്ന്, ഒറിജിനൽ മരുന്നതാ. ചില ആൾക്കാർക്കൊന്നും ഇത് മനസ്സിലാണില്ല. ഖുർആൻ ശിഫയാണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഖുർആൻ ശിഫയാണ്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങളൊക്കെ അത് ചിന്തിക്കണം, ആലോചിക്കണം. ഖുർആൻ ശിഫയാണ്, ഖുർആൻ ദവാ അല്ല. ഞാൻ ആവർത്തിച്ച് പറയും, ഖുർആൻ ഔഷധമല്ല, മരുന്നല്ല. ഖുർആൻ ശിഫയാണ്, മരുന്ന് നൽകുന്ന പോസിറ്റീവായ ഔട്ട്പുട്ടിന്റെ പേരാണ് കൂട്ടരെ ശിഫ. അതാണ് ഖുർആൻ, അതാണ് റബ്ബ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ യൂനുസ് നബിയുടെ ദുആഇനെ കുറിച്ച്. ആ ദുആയിൽ ഒന്നുമില്ലല്ലോ. എല്ലാ പ്രവാചകന്മാരുടെ ദൈവം അങ്ങനെയാണ്, ചോദിച്ചിട്ടില്ല. അവർ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചിട്ടേ ഉള്ളൂ.
അത് നിങ്ങൾ അംബിയാ സൂറത്ത് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. അവിടെയും യൂനുസ് നബിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് മുസബ്ബിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലായിരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കും യൂനുസ് ഉണ്ടാവുക. എന്തല്ലായിരുന്നുവെങ്കിൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ദുആ. എന്താ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഭയങ്കര പറഞ്ഞാൽ തീരൂല, വലിയ വിഷയമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദിവസം ദുആ ചെയ്തത് നിങ്ങൾക്കറിയില്ല? അറിയാലോ എല്ലാവർക്കും. കയ്യൊക്കെ അങ്ങനെ പൊന്തിച്ചിട്ട് ഭയങ്കര ദുആ, എത്ര നേരം. നിങ്ങൾക്കറിയ ഒരു സംഭവം? ആ ദുആയിലേക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിൽ എന്താണ് സംഭവിക്കുക എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് റബ്ബ് കാണിച്ചു കൊടുത്ത് കണ്ണിൻ്റെ മുമ്പിൽ ഓരോരുത്തർക്കും സംഭവിക്കണം. ബദറിൽ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് വെട്ടേറ്റ് വീണ് മരിച്ചു കിടക്കുന്ന സ്ഥലം പോലും റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ടും റസൂലുള്ള പോയി പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിച്ചേ? എന്നിട്ട് റബ്ബിനോട് പറയാം, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക്, അല്ലാഹുവേ ഈ സമൂഹത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. അല്ലാഹുമ്മ അൻജിസ് മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കി തരണം. പ്രാർത്ഥിക്കുക. എന്ത് കാണിച്ചു കൊടുത്ത ശേഷം നമുക്കിത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുആ ചെയ്യും. എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗാസ നടത്തി റബ്ബിനോട്, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിത്തുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. റസൂലുള്ളാഹി ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ബദറിലാണ്. അതൊരു വല്ലാത്ത ഇസ്തിഗാസയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള യഖീനാണ് നമുക്കുണ്ട്. സാധാരണ ദുആ ചെയ്യാൻ എല്ലാവരും ദുആ ചെയ്താൽ മൂന്നാലൊരു കാര്യം നമുക്ക് കിട്ടും, ഉറപ്പാ. ഒന്നാമത്തെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് അല്ലാഹു പൂർത്തിയാക്കി തരും. നമ്പർ 1. 2, അതല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരാപത്തിനെ അള്ളാഹു തടുത്തു തരും. 2 പോരെ. 3 ചിലപ്പോൾ 2ഉം കിട്ടൂല. മൂന്നാമത്തെ എന്താ പറയുക? ഈ ദുആ ചെയ്തത് വലിയ ഒരു ഇബാദത്തായി അള്ളാഹു നമ്മുടെ ഏടിൽ, നമ്മുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തും. ഖിയാമത്ത് നാളിൽ നമ്മുടെ തുലാസിൽ അത് വലിയ ഘനം തോന്നുന്ന ഒരു കർമ്മമായി മാറും എന്ന് നിങ്ങൾ പറയും. നഷ്ടമുണ്ടോ ഈ പരിപാടി? 3-1 എന്തായാലും കിട്ടും. അതുകൊണ്ട് സാധനന്മാരെ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യരുത്? മടുപ്പ് വരരുത്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു ഉത്തരം നൽകാൻ വൈകിയാൽ പോലും. ഞാൻ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഹിജ്റയുടെ ഒരു 5-6 വർഷം മുമ്പ്. തൊട്ടപ്പുറത്ത് കുറേ ആളുകൾ ഒരു ഒട്ടകത്തെ അറുത്ത് ഇറച്ചിയാക്കലുണ്ട്, അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ. അബൂജഹൽ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് പറഞ്ഞു, നോക്കൂ, ഈ ഒട്ടകത്തിൻ്റെ പുടർമാല അവൻ സുജൂദ് കിടക്കുമ്പോൾ, മുഹമ്മദേ സുജൂദ് കിടക്കുമ്പോൾ അവൻ്റെ തലയിൽ കൊണ്ടുപോയി നീട്ടുമെന്ന് വെച്ച്. ഭയങ്കര ഹര. കൊണ്ടുപോയി ഇടാന്ന് പറഞ്ഞു. കൊണ്ടുപോയിട്ടു. ഒരു മനുഷ്യനില്ല അത് മാറ്റാൻ ധൈര്യമുള്ളവൻ അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തന്നെ. അവസാനം മോള് ഫാത്തിമ ഈ വിവരം പറഞ്ഞ് ഓടിയെത്തി, ഇതെടുത്ത് മാറ്റി. അവിടുന്ന് നബി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. 3 തവണ നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അലൈക ഖുറൈശ്. ഭയങ്കര പ്രാർത്ഥന. 3 തവണ അല്ലാഹുമ്മ അലൈക ബിൽ ഖുറൈശ്. അലൈക നമ്മൾ പ്രാർത്ഥിക്കല്ലേ, അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദ് പ്രാർത്ഥിക്കാറുണ്ട്. നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ?
ഹിജ്റയുടെ ഒരുപാട് കൊല്ലം മുമ്പ്. മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടി എപ്പം എന്നറിയാം നിങ്ങൾ? എപ്പോൾ? ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയൊക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോ അവരൊക്കെ ബദർ യുദ്ധത്തിൽ വീണ് കിടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഈ ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരിച്ചു തരുന്നു. ഇതാണ് ദുആ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആക്ക് എന്ത് തന്നിട്ടുണ്ട്? കാലതാമസം ചെയ്തിട്ടുണ്ട്. എന്ത് കിട്ടാൻ? ഉത്തരം കിട്ടാൻ, ജവാബ് കിട്ടാൻ. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ദുആന് ചില അദബുകളുണ്ട്. ഞാനിങ്ങനെ എണ്ണി പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തിനാന്ന് വെച്ചാൽ ആ അദബുകൾ നമ്മുടെ ദുആയിൽ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി മാത്രം. മനസ്സിലായി? അതിലൊന്നാമത്തേത് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഉറച്ച തൗഹീദ് ഉണ്ടാകും. എൻ്റെ ദുആ ഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അത് വിട്ടുപോകാൻ ഉറപ്പാ. എനിക്കൊരു സംശയമില്ല. അതന്നെ, ഒരു സംശയമില്ല. എൻ്റെ ദുആ അള്ളാഹു കേൾക്കും. രണ്ടാമത്തേത് ഇഖ്ലാസ് ഉണ്ടാകണം. അഥവാ ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇതൊന്നും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. വേറെ ആരോട് ദുആ ചെയ്താലും അള്ളാഹ്ക്ക് എന്തല്ല, ഇഷ്ടല്ല, തെറ്റിപ്പോകുമെന്നർത്ഥം. മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവിൻ്റെ അസ്മാകൾ ഉപയോഗിച്ച് ദുആ ചെയ്യും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എന്തിനാ? ഫദ്ഉഹു ബിഹാ. യാ റഹ്മാൻ, യാ റഹീം, യാ അസീസ്, യാ ഗഫാർ ഒക്കെ അറിയുന്ന ഇസ്മുകളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നമ്മളാകെ പഠിച്ചോനെ എന്ന് പറയാനേ പഠിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ റബ്ബന ഒക്കെ നല്ലത് തന്നെയാണ്. അല്ലാഹുമ്മ റബ്ബന ഒക്കെ നല്ലതാണ്. പക്ഷേ പോരാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ. അതുപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അള്ളാഹു പഠിപ്പിച്ചു. ദുആക്ക് മുമ്പ് അള്ളാഹുവിനെ പുകഴ്ത്തണം. അസ്സനാഉ അലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ഗ്ഫിർലി. ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. അയാളോട് നബി വിളിച്ചു പറഞ്ഞു, അജിൽത അയ്യുഹൽ മുസല്ലി. എടോ നമസ്കാരക്കാരാ, നിനക്ക് വല്ലാത്ത ധൃതിയാണല്ലോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നീ ദുആ ചെയ്യാൻ ആദ്യം എന്ത് വേണം? ഫഹ്മദില്ലാഹ്. ആദ്യം അല്ലാഹുവിനെ അൽഹംദുലില്ലാഹ് കമാ യലീഖു ബിജലാലി നമ്മുടെ ഉള്ളിൽ വരട്ടെ. അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന ഒരുപാട് നിഅമത്തുകൾ. എന്നിട്ട് അൽഹംദുലില്ലാ 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 സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞു. ഒക്കെ സന. എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വേണം ദുആ സ്വീകരിക്കാൻ. എന്നിട്ട് വേണം എന്ത് പറയാൻ. ധൃതി വേണ്ട, കുറച്ചേ പറയാനുള്ള പറഞ്ഞു. നിങ്ങൾ നോക്കൂ, നമ്മളെ പ്രശ്നം എന്താ? നമുക്ക് സമയമല്ല എന്നാ. ഓക്കെ, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണോ നിങ്ങൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്നതൊക്കെ ഫിദ്ദുനിയ ഹസന, നിങ്ങൾക്ക് നന്മയായിട്ടാണെങ്കിൽ. വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആഖിറതി ഹസന എന്ന് പറഞ്ഞാൽ ആഖിറത്തിലുള്ള ഏറ്റവും വലിയ ഹസനത്ത് എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും. വഖിനാ അദാബന്നാർ. ഞാൻ പറഞ്ഞത് സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്, അല്ലാതെ എന്താക്കുന്നത്? ഇതൊന്നും ചുരുക്കരുതെന്നർത്ഥം. നാലാമത്തെ കാര്യം, പറ്റുമെങ്കിൽ ഖിബലയിലേക്ക് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ബദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. അപ്പോഴും നബി എങ്ങോട്ട് തിരിഞ്ഞു? ഖിബലയിലേക്ക്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ, ഇനി അത് പറ്റൂലെന്ന് വിചാരിച്ച് കഴിയാത്ത സമയമാണെങ്കിൽ അങ്ങനെയും പ്രാർത്ഥിക്കാം. പക്ഷെ പറ്റുമെങ്കിൽ എന്താകണം? ഖിബലയിലേക്ക് തിരിഞ്ഞായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. അഞ്ചാമത്തെ കാര്യം, കൈ ഉയർത്തണം. കൈ ഉയർത്തണം ദുആ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയ സന്ദർഭത്തിലൊക്കെ കൈ ഉയർത്തണം. മനസ്സിലായില്ലേ? ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്ത് കൈ ഉയർത്തിയേ പ്രാർത്ഥിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുകൾ കേട്ടിട്ടില്ലേ? ഇന്ന റബ്ബക്കും, അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്ര. നിങ്ങളുടെ റബ്ബ് വല്ലാത്ത ലജ്ജയുള്ളവനാണ്, മാന്യനാണ്. അവന് ലജ്ജയാണ്. അവൻ്റെ അടിമ അവനിലേക്ക് രണ്ട് കൈകളും ഉയർത്തിയാൽ ആ കൈകളിൽ ഒന്നും കൊടുക്കാതെ വട്ടപ്പൂജ്യമായി തിരിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് മടിയാണ്, ലജ്ജയാണ്.
നമ്മൾ പറയാറില്ലേ, ഒരു കരിയട്ടി വന്നിട്ട് ഞാനൊന്ന് കൊടുക്കാതിരുന്ന മോശമല്ലേ? ഇത് റബ്ബിൻ്റെ ഭാഷയാണ്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. മനസ്സിലായി? കൈ എങ്ങനെ ഉയർത്തേണ്ടത്? അതൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നത്. പല കോലത്തിലും ആളുകൾ കൈ ഉയർത്താൻ നോക്കൂ. കൈ ഉയർത്തേണ്ട യഥാർത്ഥ രൂപം ഇങ്ങനെ, മുകളിലെ കൈ, ഈ ഉള്ളം കൈ മുകളിലേക്കാക്കിയിട്ട് അടുപ്പിച്ച് പിടിക്കുക. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച രൂപം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല എല്ലാവർക്കും? ഉയർത്തുന്ന രീതി നമ്മുടെ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശക്തിയിൽ ഉയർത്തിയത് 2 സ്ഥലത്താണ്. ഒന്ന് ബദറിലും, 2 സഫാ മർവൻ്റെ മുകളിൽ. ക്ലിയർ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. അതെന്താ വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാകുന്നത് വളരെ നല്ലതാണ്. അതിൻ്റേതായ പ്രാധാന്യമുണ്ടാകും. മനസ്സിലായില്ലേ? ഏഴാമത്തെ കാര്യം നമുക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ടാകണം. അൽ യഖീനു ബിൽ ഇജാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഇജാബത്ത് കിട്ടുമെന്ന ഉറപ്പോടുകൂടി ആയിരിക്കണം ദുആ ചെയ്യേണ്ടത്. അല്ലാതെ ദുആക്ക് കിട്ടുമല്ലേ എന്ന് ഇങ്ങനെ സംശയിച്ചുകൊണ്ട് എന്താക്കരുത്, പ്രാർത്ഥിക്കരുത്. മനസ്സിലായില്ലേ? എപ്പോഴും ശ്രദ്ധിക്കണം. മനസ്സിലായി? പിന്നെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അൽ ഇക്താറു ഫി ദുആ. നമ്മളൊക്കെ വിചാരിക്കുക എങ്ങനെ, മനുഷ്യന്മാരോട്, നിങ്ങളോട് ഞാനൊരു 10 റുപ്യ ചോദിക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കണ്ടെന്ന് വരും അല്ലേ? അള്ളാഹിനോട് അങ്ങനെയല്ല. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഉത്തരം കിട്ടാത്തതിൽ ധൃതി കാണിക്കരുത്. പക്ഷെ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാര്യം തന്നെ എത്ര വട്ടം വേണമെങ്കിലും ചോദിക്കാം. മനസ്സിലായില്ലേ? 7ാമത്തെ കാര്യം, കട്ടായമായി ചോദിക്കണം. എന്താ കട്ടായം എന്ന് പറഞ്ഞാൽ അൽ ജസ്മു ഫി ദുആ എന്ന് പറയും. എന്ന് വെച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അല്ലാഹുമ്മർസുഖ്നി ഇൻ ശിഅ്ത. അങ്ങനെയല്ല. അല്ലാഹുവേ, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നോ, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തോ. നോ, ഇൻ ശിഅ്ത അല്ല. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മർസുഖ്നി, അല്ലാഹുമ്മർസുഖ്നി. എന്തും. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ്. ഒരിക്കലും നമ്മൾ അള്ളാഹുവെ ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു തന്നോ എന്നതല്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊന്ന് സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലേക്ക് അത് ഹലാലാണോ നോക്കണം. ക്ലിയർ അല്ലേ? കുടിച്ചതിലേക്ക് നോക്കണം, ഹലാലാണോ. ധരിച്ചതിലേക്ക് നോക്കണം, ഹലാലാണോ. നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുടുംബത്തിനൊക്കെ കൊടുത്തല്ലോ, കുടിപ്പിച്ചല്ലോ, ഭക്ഷിപ്പിച്ചല്ലോ, ധരിപ്പിച്ചല്ലോ, അതിലേക്ക് നോക്കണം. ഇത് ഹലാലാണ്, ഇത് കണ്ടീഷനാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹു നന്നാക്കുകയാണ്, അല്ലാതെ ഒന്നുമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. ത്വയ്യിബാത്തായിരിക്കണം. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ എന്തായിരിക്കണം? ത്വയ്യിബാത്തായിരിക്കണം. അല്ലാത്തതിലേക്ക് നാം പോകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ദുആയുടെ അദബുകൾ എന്ന് പറയുന്നത്. നോക്കൂ, ദുആക്ക് പ്രത്യേകിച്ച് ഉത്തരം കിട്ടുന്ന കുറേ അവസ്ഥകളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊന്ന്, നമ്മളൊരു മനുഷ്യന് വേണ്ടി, നമ്മുടെ ഒരു സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക. അഭാവത്തിൽ പ്രാർത്ഥിക്കുക, അത് ഭയങ്കര പ്രാർത്ഥനയാണ്. അത് ഭയങ്കര, നമ്മൾ തീരെ ചെയ്യാത്തതാണ്. നമ്മൾ പിശുക്കന്മാരാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്ത് മലക്കുകളുണ്ട്. അവർ പ്രാർത്ഥിക്കും, അവർ പറയും വലക ബിമിസ്ലിഹി ആമീൻ, അള്ളാഹു നിനക്കും അതുപോലുള്ളത് തരട്ടെ. ആരാ പറയണത്? മലക്കുകൾ. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കണ പ്രാർത്ഥനയാണ്. ഒരാളുടെ അഭാവത്തിൽ നിങ്ങൾ കാണാതെ അയാൾക്ക് വേണ്ടി. മറ്റൊന്ന്, മദ്ലൂമിൻ്റെ പ്രാർത്ഥന. ആക്രമിക്കപ്പെട്ടു എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരാണോ ആക്രമിച്ചത് അയാളോടുള്ള ദേഷ്യമല്ലേ നമുക്ക് ആദ്യം തോന്നുക? ആണോ? അല്ലേ? ആണോ? എന്തെങ്കിലും ഉണ്ടാത്ത? പക്ഷെ അതല്ല തോന്നുന്നുണ്ട്. ഭയങ്കര അള്ളാൻ്റെ കെമിസ്ട്രി ഭയങ്കര. അപ്പം ആദ്യം തോന്നേണ്ടത്, ഒരു ഭയങ്കര ചാൻസാണല്ലോ കിട്ടിയത്. ദഅവത്തുൽ മദ്ലൂം. ഞാൻ മദ്ലൂമാണപ്പം. എൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിൽ എന്തില്ല? അറിയില്ല. എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ആലോചിക്കും, നമ്മളിത് ചിന്തിക്കാത്തത് കൊണ്ടാണ് സംഗതി.
മൂന്നാമത്തേത് ദഅവത്തുൽ വാലിദ് അലാ വലദിഹി. എല്ലാ വാപ്പമാരും പിതാക്കളും മാതാക്കളും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് ഭയങ്കര പ്രാർത്ഥനയാണ്. അഞ്ചാമത്തേത് ദഅവത്തുൽ വലദുസ് സാലിഹ്. നല്ല മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് കിട്ടും. അത് ഭയങ്കരമായ പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും നമ്മൾ ഒഴിവാക്കി പോകുന്ന സംഗതികളാണ് എന്നാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ചില ദിവസങ്ങൾ, അവസ്ഥകളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് അറഫ ദിവസമുള്ള ദുആ. നമ്മൾക്കറിയാലോ, പറയേണ്ടതില്ല. അതുപോലെ മയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ദുആ ചെയ്യുക. എല്ലാവരും ശ്രദ്ധിച്ചോ. മയ്യത്ത് കിടത്തിയിട്ടുണ്ട്, അവിടെ നമ്മളെന്താ ചെയ്യൽ? ഒന്ന് മയ്യത്ത് ഇങ്ങനെ കണ്ടുപോലും അല്ലേ, ഓ വല്ലാത്ത അവസ്ഥല്ലേ എന്നൊക്കെ പറയും. മയ്യത്ത് എന്തിനാന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടോ, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറൻ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. രോഗിയെ സന്ദർശിക്കാൻ പോയാലോ മയ്യത്ത് കാണാൻ പോയാലോ നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്താ? ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ആമീൻ പറയും. എന്തുകൾ പ്രാർത്ഥിച്ചു, മനസ്സിലായില്ലേ? അത് ശരിക്കും ശ്രദ്ധിക്കണം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇത്തരം മജ്‌ലിസുകളിലുള്ള പ്രാർത്ഥന. ഞാൻ ആമുഖമായി പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ മജ്‌ലിസുകളിൽ പങ്കെടുക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന. അതുപോലെ സുജൂദിലെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഇപ്പം ഇനി ഖിയാമൊക്കെ വരികയാണ്, മനസ്സിലായി? സുജൂദ് പെട്ടെന്ന് അള്ളാഹു ദുആ സ്വീകരിക്കുന്ന സ്ഥലമാണ് സുജൂദ് എന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഏത് സമയത്തായാലും എപ്പോഴായാലും അങ്ങനെയാണ്. അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നെ ചില സമയങ്ങളുണ്ട് ദുആ സ്വീകരിക്കുന്ന, ദുആ ചെയ്യേണ്ട ചില സമയങ്ങൾ. അതിലൊന്നാണ് ഹജ്ജിന് പോകുന്ന സമയം, ഉംറക്ക് പോകുന്ന സമയമൊക്കെ നബി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാങ്ക് കേൾക്കുന്ന സമയം, ദഅവത്തുൻ ഇൻദൻ നിദാ. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ് ഈ അദാൻ എന്ന് പറഞ്ഞാൽ. പരിഗണിക്കുകയല്ല, ഭയങ്കര സംഭവം. ബാങ്ക് കേൾക്കുന്ന സമയത്ത് പ്രാർത്ഥന. അതുപോലെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുമ്പോൾ, അതുപോലെ മഴ പെയ്യുന്ന സമയത്ത്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിഹായ ഹദീസിൽ പറഞ്ഞു. അതുപോലെ ഒരാൾ വുളുവോട് കൂടി കിടന്നുറങ്ങി, എന്നിട്ട് രാത്രി ഞെട്ടി ഉണർന്ന് പിന്നെ ഉറക്കം വരുന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു സ്ലീപ്പിംഗ് പിൽസ് ഇട്ട് കുടിക്കും അല്ലേ, ഒരു ഉറക്ക ഗുളിക എടുത്ത് കുടിക്കും ഉറങ്ങാൻ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കും, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് എന്തെങ്കിലും തോന്നിയാസം കാണും. എന്തിനാ അറിയാം ഉറക്കം വരാതിരുന്നത്? ഭയങ്കര സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രില്ലാഹി താഹിറൻ ഫയതആറ മിനൽ ലൈൽ. ഒരു മുസ്ലിം താഹിറായി വുളുവോടുകൂടി കിടന്നുറങ്ങി, എന്നിട്ട് രാത്രി ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോൾ ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു അല്ലാഹു ഇയ്യാ. ആ സമയത്ത് ദുനിയാവിലോ ആഖിറത്തിലോ അവൻ ആവശ്യമായി എന്ത് ഖൈർ അള്ളാഹു ചോദിച്ചാലും, അള്ളാഹുവിനോട് ചോദിച്ചാലും ഉടനെ അള്ളാഹു അത് കൊടുത്തിരിക്കും. അപ്പൊ എന്തിനാ ഉറക്കം വരാതിരുന്നത്? എന്താ സംഗതി? ഭയങ്കര മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എന്താ, എന്തിനാണ് നമ്മൾ അയാളെ ആക്രമിച്ചത്? നമ്മൾ പറഞ്ഞല്ലോ, എന്തിനാണ് അയാൾ നമ്മൾ ആക്രമിച്ചത്? എന്തിനാണ് നമ്മൾ ഉറക്കം വരാതിരുന്നത്? ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ സുഹൂർ സമയത്ത് നമ്മൾ എഴുന്നേൽക്കാറുണ്ട്. രാത്രിയുടെ ആ സമയത്തുള്ള പ്രാർത്ഥന അതൊന്നും ഒരിക്കലും തട്ടുകയില്ല. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഏതാ സമയം എന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചോ, അതിലേക്ക് പെടുത്തു അല്ലാഹു. മനസ്സിലായില്ലേ? മഗ്‌രിബ് വരെയുള്ള ഏത് സമയവും അതിൽ പെടും. അത് അസറിന്റെ ശേഷമാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിലെ പ്രാർത്ഥന, മനസ്സിലായില്ലേ? ഈ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലവും പറഞ്ഞിട്ടുണ്ട്. ഇത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കാനാണ് വേണ്ടത്. ഖുർആൻ അല്ലാത്ത സമയത്ത് ഓതിക്കൊള്ളു. ആ സമയം മാക്സിമം എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഒരിക്കലും തട്ടൂല എന്ന് പറഞ്ഞ സമയം. അതുപോലെ നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെയുള്ള പ്രാർത്ഥന, ഒരുപാട് സംഭവങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, മനസ്സിലായി? അതുപോലെ യാത്രക്കാരൻ്റെ പ്രാർത്ഥന നമുക്ക് ഭയങ്കര അവസരം കിട്ടുന്നുണ്ട്.
പക്ഷെ യാത്രയിൽ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ച സിനിമ കാണണം, ഞാൻ കാണില്ല. വല്ലാത്ത സങ്കടം, ഭയങ്കര അവസരമാണ്. മുസാഫിറിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരിക്കലും തട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥന. അതുപോലെ ഇപ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന നോക്കൂ. നോമ്പുകാരൻ്റെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ റസൂലുള്ള 2 പദം പ്രയോഗിച്ചിട്ടുണ്ട്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമുള്ള 2 പദങ്ങളാണ്. സലാസത്തുൻ ലാ തുറത്ത് ദഅവതഹും, 3 ആളുകളുടെ പ്രാർത്ഥന തട്ടുകയേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അസ്സായിമു ഹത്താ യുഫ്തിർ. അസ്സായിമു ഹത്താ യുഫ്തിർ. രണ്ടാമത്തേത് അസ്സായിമു ഹീന യുഫ്തിർ. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ ഉള്ള സമയം. അപ്പൊ ഈ സമയമൊക്കെ എന്താണ്? ഫജ്ർ മുതൽ മഗ്‌രിബ് വരെ. രണ്ടാമത്തേത് അസ്സായിമു ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബഹളത്തിലായിരിക്കും. ആ സമയത്ത് ഒരു 5 മിനിറ്റ് മുമ്പ് എല്ലാവരും ഒന്ന് വുദൂഅൊക്കെ ചെയ്ത്, മനസ്സിലായില്ലേ, ഒരു 5 മിനിറ്റ് ദുആ ചെയ്യാം, എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയമല്ല. എല്ലാവരും ശ്രദ്ധിക്കുക, അതൊരു വല്ലാത്ത സമയമാണ്. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. സമയം കുറച്ച് വൈകിപ്പോയി ഇൻഷാ അല്ലാഹ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒറ്റ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പിൻ്റെ കർമ്മങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. 1 നോമ്പാണ്, 2 ഖിയാമാണ്, 3 ഖുർആൻ ഓതലാണ്, വായിക്കലാണ്, പഠിക്കലാണ്, 4 നിങ്ങളെന്നെ മറന്നു, ഭക്ഷണം കൊടുക്കലാണ്, ഇത്ആമുത്തഅ, ഭക്ഷണം കൊടുക്കലാണ്, 5 ദുആ. 5 ഇതിൻ്റെ തർത്തീബ, ഇതിൻ്റെ ഘടന അങ്ങനെ മനസ്സിലായില്ലേ? ഈ ദുആയിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ. അത് ഞാൻ മൻസാമ ഈമാനുൽ ഇഹ്സാൻ പറയുമ്പോൾ മഗ്ഫിറത്ത് കിട്ടാതെ എന്താകരുത്, ഈ റമദാൻ കഴിയരുത് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. കുറച്ച് ദീർഘിച്ചു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആരോഗ്യത്തോടെ, ഉന്മേഷത്തോടെ, ഈമാനോടെ ഒരുപാട് റമദാനുകൾക്ക് സാക്ഷിയാകാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഇഷ്ടപ്പെട്ടവർ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം ഏറ്റവും സന്തോഷമുള്ളതാക്കി തീർക്കണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് രോഗികളുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും. ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചവർക്കും എത്തിപ്പെടാൻ സാധിച്ചില്ല റബ്ബേ. അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ, ഷിഫ നൽകണമേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ സമാധാനവും ആശ്വാസവും നൽകണമേ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹുവേ നീ വലിയ പ്രതിഫലം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, നിൻ്റെ വലിയ ഫള് കൊണ്ട്, നിൻ്റെ വലിയ റഹ്മത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ജീവിതകാലത്ത് ആരോഗ്യവും ഈമാനും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, നിന്നെക്കുറിച്ച് ഓർക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നിൻ്റെ ഖുർആൻ വായിക്കാനും പഠിക്കാനും അതിൻ്റെ അഹ്ലുകാരായി തീരാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഈ പള്ളിയിൽ ഇരുന്ന ഓരോ സെക്കൻഡുകളും റബ്ബേ ഞങ്ങളുടെ തുലാസിൽ കനം തൂങ്ങുന്ന വലിയ കർമ്മമായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഈ റമദാനിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ നിയ്യത്താക്കിയിട്ടുണ്ട് റബ്ബേ. ആ നിയ്യത്തൊക്കെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ ആരോഗ്യവും ആയുസ്സും നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, നല്ല നോമ്പും നല്ല ഖിയാമും നല്ല ഖുർആനും നല്ല ഇഅ്തികാഫും ഒക്കെ ചെയ്യാനുള്ള സൗഭാഗ്യവും ഈമാനും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിന് നീ ആശ്വാസവും സമാധാനവും നൽകണമേ. റബ്ബേ, ഞങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന മക്കളാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. റഹ്മുർ റഹീമായ റബ്ബേ, ഈമാനിൻ്റെയും ഇസ്തിഖാമത്തിൻ്റെയും പാതയിൽ ഞങ്ങളെയും അവരെയും നീ പിടിച്ചു നിർത്തണമേ. ഞങ്ങൾക്ക് നീ സ്ഥിരത നൽകണമേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച് സ്വർഗത്തിൽ ഞങ്ങളുടെ കുടുംബത്തോട്, മാതാപിതാക്കളുടെ കുടുംബത്തോടെ, മക്കളോട് ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ.
അർഹമുർ റഹീമനായ റബ്ബെ, തൗഹീദോട് കൂടി ജീവിച്ച്, തൗഹീദ് ദഅവത്ത് നടത്തി തൗഹീദോട് കൂടി ജീവിച്ച് ആ തൗഹീദിൻ്റെ കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമനായ റബ്ബെ, നിൻ്റെ മലക്കുൽ മൗത്ത് ഞങ്ങളെ സമീപിക്കുന്ന സമയത്ത് റബ്ബെ ഈമാനോടുകൂടി മരിക്കാനുള്ള യഖീൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമനായ റബ്ബെ, മരണസമയത്ത് ഒരു വെപ്രാളവുമില്ലാതെ സന്തോഷത്തോടു കൂടി നിന്നെ കണ്ട്, നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമനായ റബ്ബെ, മരണത്തിന് മുമ്പ് തൗബ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മരണം ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണമേ. മരണാനന്തരം സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമനായ റബ്ബെ, മരണാനന്തരം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ കഫൻ ചെയ്യുമ്പോൾ, ഞങ്ങളെ ചുമന്നുകൊണ്ട് മക്കബറയിലേക്ക് നീങ്ങുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ, ഞങ്ങളെ തനിച്ചാക്കി ഖബറിലിട്ട് പോകുമ്പോൾ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷയില്ലാത്ത സമയമാണ് റബ്ബേ. നീ റഹ്മത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിയേണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഞങ്ങളുടെ ഖബറിടം നീ വിശാലമാക്കി തരണമേ. സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാക്കി ഞങ്ങൾക്കത് മാറ്റിത്തരണമേ. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് നിന്റെ റസൂല് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖബറിൽ നീ വിരിച്ചു തരണമേ. സ്വർഗത്തിൽ നിന്റെ റസൂല് വിശദീകരിച്ചു പോലെ ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ ഉറങ്ങിയതുപോലെ ഖബറിൽ ഉറങ്ങാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമനായ റബ്ബേ, ഞങ്ങൾ പാപ്പികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നാഥാ. ഞങ്ങളോട് നീ മാപ്പാക്കണമേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളിൽ നീ കബൂലാക്കണമേ. ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണമേ. ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ മഗ്ഫിറത്ത് നൽകിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഞങ്ങളുടെ ദീനിലും ഞങ്ങളുടെ ദുനിയാവിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹുവെ ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ലഭിക്കുന്നത് കൊണ്ട്, ഹലാലായ ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുർ റഹീമനായ റബ്ബെ, ഒരിക്കലും റബ്ബെ ഹറാമിലേക്ക് പോകുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ശരീരങ്ങൾക്കോ ഞങ്ങളുടെ അവയവങ്ങൾക്കോ ഞങ്ങളുടെ മനസ്സുകൾക്കോ ഉണ്ടാകരുത് റബ്ബെ. ഹറാമായ ഒന്നും കാണാനും കേൾക്കാനും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ റബ്ബെ. റഹ്മുർ റഹീമനായ റബ്ബെ, മലക്കുകളേക്കാൾ ഉന്നതമായ അവസ്ഥയിലേക്ക് വിശ്വാസികളെ ഉയർത്തുമെന്ന് നീ പറഞ്ഞു തന്നിട്ടുണ്ട് റബ്ബെ. ഞങ്ങളെ മലക്കുകളേക്കാൾ ഉന്നതമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ ഉയർത്തി തരണമേ. റഹ്മുർ റഹീമനായ റബ്ബെ, ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുർ റഹീമനായ റബ്ബെ, ഈ ഉമ്മത്തിന് നീ ഐക്യം നൽകണമേ റബ്ബെ. മുസ്ലിം ഉമ്മത്തിന് നീ ഐക്യം നൽകണമേ റബ്ബെ. മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് ഈമാനോടുകൂടി തഖ്വയോടുകൂടി ഉമ്മത്തിനെ നയിക്കാനുള്ള തൗഫീഖ്, കരുത്ത് നീ നൽകണമേ റബ്ബെ. മുസ്ലിങ്ങളിലുള്ള ഉമറാക്കൾക്ക് ഈമാനോടുകൂടി തഖ്വയോടുകൂടി സമൂഹത്തെ നയിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബെ. അർഹമുർ റഹീമനായ റബ്ബെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് റബ്ബെ. ഞങ്ങൾ ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് റബ്ബെ. അല്ലാഹുവേ, നീയല്ലാതെ രക്ഷയില്ല റബ്ബെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ റബ്ബെ. റബ്ബെ, നിന്നെയും നിന്റെ ദീനിനെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരെയും നീ പരാജയപ്പെടുത്തണമേ റബ്ബെ. അർഹമുർ റഹീമനായ റബ്ബെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് റബ്ബെ. അവർക്ക് നീ സഹായം നൽകണമേ. അവർക്ക് നീ സമൃദ്ധി നൽകണമേ. അവർക്ക് നീ സന്തോഷം നൽകണമേ. അവർക്ക് നീ സമാധാനം നൽകണമേ. അർഹമുർ റഹീമനായ റബ്ബെ, ഫലസ്തീനിലെയും സുഡാനിലെയും ഞങ്ങളുടെ സഹോദരങ്ങൾ പട്ടിണിയിലാണ് റബ്ബെ, പേടിയിലാണ് റബ്ബെ. അവരുടെ പട്ടിണി മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബെ നീ. പേടി മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബെ നീ. അർഹമുർ റഹീമനായ റബ്ബെ, അവരെ പട്ടിണിയിലാക്കുന്ന എല്ലാവരെയും നീ തകർക്കണമേ. അർഹമുർ റഹീമനായ റബ്ബെ, അവരെ പേടിപ്പെടുത്തുന്ന എല്ലാവരെയും നീ തകർക്കണമേ റബ്ബെ. അർഹമുർ റഹീമനായ റബ്ബെ, നിന്റെ ദീനിന്റെ ഇസ്സത്ത് നീ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر الموحدين في كل مكان.
اللهم انصر المسلمين في كل مكان. اللهم انصرنا لإعلاء كلمتك يا رب العالمين. اللهم انصرنا لإعلاء كلمتك يا رب العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. اللهم بارك لنا في هذا الشهر العظيم. اللهم بارك لنا في هذا الشهر الكريم. اللهم بارك لنا في صومنا وقيامنا وصدقاتنا وإطعامنا وقراءة قرآننا وفي جميع مجالسنا يا رب العالمين. اللهم بارك لنا في أهلينا وفي أزواجنا وفي ذرياتنا وفي بيوتنا وفي أعمالنا وفي تجارتنا وفي بلداننا يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم فاطر السماوات والأرض. اللهم فاطر السماوات والأرض. اللهم فاطر السماوات والأرض أنت ولينا في الدنيا والآخرة. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.